വോട്ടിന് ലീഡ് ചെയ്യുന്നു. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ ലീഡ്. ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ 278 കാസർഗോഡ് ML അശ്വിനി 188 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് ML അശ്വിനി 188 വോട്ടുകൾക്ക്, മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ 200 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പാലായിൽ ജോസ് കെ മാണി പിന്നിൽ, മാണി സി കാപ്പൻ ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ ലീഡ് നേടിയിരിക്കുന്നു. പാലായിൽ നിർണായകമാണ്. ജോസ് കെ മാണി ഇപ്പോൾ പിന്നിട്ട് പോയി. അത് EVM വോട്ടുകളുടെ അപ്ഡേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. പാലായിൽ നിന്ന് വരുന്നത് രാമപുരം പഞ്ചായത്തിന്റെ കൗണ്ടിംഗ് ആണ് നടക്കുന്നത്. ശശീന്ദ്രൻ ലീഡ് തിരിച്ചു പിടിച്ചു. എലത്തൂരിൽ AK ശശീന്ദ്രൻ ലീഡ് തിരിച്ചു പിടിച്ചു. മോൻസ് ജോസഫ് 76 വോട്ടിന്റെ ലീഡ്. പാലായിൽ മാണി സി കാപ്പൻ ലീഡ് തുടരുന്നു. പക്ഷേ 9 വോട്ടായി ചുരുങ്ങുന്നുണ്ട് ഇപ്പോൾ. മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ ലീഡ് തുടരുന്നു. 112. പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ 20 വോട്ടുകൾക്ക് മുന്നിലെന്ന കണക്ക് പുറത്തു വരുന്നു. കൊച്ചിയിൽ KJ മാക്സി 140 വോട്ടുകൾക്ക് മുന്നിലാണ്. നേരത്തെ ലീഡ് നില ഉയർത്തിക്കൊണ്ടിരിക്കുന്നു KJ മാക്സി. കൊച്ചിയിൽ അത് നമുക്കറിയാം, സിറ്റിംഗ് MLA കൂടിയാണ് KJ മാക്സി. അദ്ദേഹം ലീഡ് നില ഉയർത്തുന്നു. ആറന്മുള അബിൻ വർക്കിയുടെ ലീഡ് 156 ആയി. താനൂരിൽ PK നവാസ് 52 വോട്ടുകൾക്ക് മുന്നിലാണ്. വാമനപുരത്ത് DK മുരളി 49 വോട്ടുകൾക്ക് മുന്നിലാണ്. ആറന്മുളയിൽ അബിൻ വർക്കിയുടെ ലീഡ് നില 156 വോട്ടുകളിലേക്ക് ഇപ്പോൾ കുതിച്ചെത്തുന്നു. PK നവാസിന്റെ ലീഡ് 58ലേക്ക്, 52-ൽ 58ലേക്ക് എത്തുന്നു. താനൂരിൽ നവാസ് അവിടെ ആദ്യഘട്ടത്തിൽ മുന്നിലാണ്. മന്ത്രി ശിവൻകുട്ടി നേമത്ത് 51 വോട്ടുകളുമായി ലീഡ് നില തുടരുന്നു. മന്ത്രി V ശിവൻകുട്ടി 51 വോട്ടുകളുമായി ലീഡ് നില തുടരുന്നു. വാമനപുരത്ത് DK മുരളി ലീഡ് നില 49ലേക്ക് എത്തിച്ചു. 30 വോട്ടുകൾ തുടങ്ങിയതാണ്. ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ 63 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന പുതിയ ഒരു കണക്ക് കൂടിയുണ്ട്. ഷാനിമോൾ ഉസ്മാൻ 63 വോട്ടുകൾക്ക് അരൂരിൽ മുന്നിലാണ്. ഉടുമ്പൻചോലയിൽ സേനാപതി വേണു ആദ്യഘട്ടത്തിലെ ലീഡ് നില ഇപ്പോഴും തുടരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. ഉടുമ്പൻചോല തിരിച്ചു ചിന്തിക്കുമോ? ഒപ്പം നെടുമങ്ങാട് GR അനിൽ പ്രതീക്ഷിച്ച പോലെ 98 വോട്ടുകൾക്ക് നെടുമങ്ങാട് അനിൽ മുന്നിലാണ്. ഏറ്റുമാനൂരിൽ VN വാസവൻ തിരിച്ചുപിടിക്കുന്നു. 301 വോട്ടിന്റെ ലീഡ് ഏറ്റുമാനൂരിൽ എടുക്കുന്നു. നാട്ടകം സുരേഷ് പിന്നോട്ട് പോയിരിക്കുകയാണ്. സ്വാധീനമുള്ള ബൂത്തിലാണ് ആദ്യം മാണി സി കാപ്പൻ ലീഡ് നേടിയിരിക്കുന്നത്. 80 വോട്ടിന് മാണി സി കാപ്പൻ UDF പാലായിൽ ലീഡ് നേടിയിരിക്കുകയാണ്. ഒരു ട്രെൻഡായിട്ട് ഇത് മാറുവാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നില്ലേ? അത് വളരെ ശ്രദ്ധേയമാണ് ആ നീക്കം. രാമപുരം പഞ്ചായത്ത് പൊതുവിൽ UDF ആധിപത്യം ഉണ്ടെങ്കിലും ഈ പർട്ടിക്കുലർ ബൂത്തിൽ ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ളതാണ്. അവിടെയാണ് ഇപ്പോൾ കാപ്പന്റെ ലീഡ്. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ 473, പക്ഷേ ഇതുവരെ വന്ന കണക്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ചാണ്ടിയുമ്മൻ ആയിരിക്കാം. 473 വോട്ടുകൾക്ക് ചാണ്ടിയുമ്മൻ ലീഡ് ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. 473 ആദ്യ റൗണ്ടിൽ തന്നെ, ആദ്യ ഘട്ടത്തിൽ തന്നെ ചാണ്ടിയുമ്മന്റെ ലീഡ് 473ലേക്ക് കടക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പൂഞ്ഞാറിൽ UDF 102 വോട്ടിന് ലീഡ്. പാല രാമപുരത്ത് ആദ്യ ബൂത്തിൽ UDF 80 ലീഡ്. ഇടത് സ്വാധീനമുള്ള ബൂത്തിലാണ് കാപ്പന്റെ ലീഡ് എന്നത് കൂടി കാണണം. 80 വോട്ടിന്റെ ലീഡാണ് പാലായിൽ. മാണി സി കാപ്പന്റെ ലീഡ് ഉയരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ നേമത്തിൽ ലീഡ് തിരിച്ചു പിടിച്ചു. 56 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ 56 വോട്ടുകൾക്ക് നേമത്ത് മുന്നിലെന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടി നൽകാനുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ശിവൻകുട്ടിയാണ് ലീഡ് ചെയ്തിരുന്നത്. BJP പ്രതീക്ഷിക്കുന്ന നേമത്ത് 56 വോട്ടുകൾക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നിലാണ്. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ 67 വോട്ടിന്റെ ലീഡ്. സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് ലീഡ്. തൃത്താലയിൽ ബൽറാം തന്നെ ലീഡ് തുടരുകയാണ്. 337 വോട്ടിന്റെ ലീഡ് ബൽറാമിന് തൃത്താലയിൽ. നേമത്തെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് തിരിച്ചുപിടിക്കുന്നു. 56 വോട്ടുകൾക്കാണ് ഇപ്പോൾ മുന്നിൽ. ഇപ്പോൾ കുന്നത്തുനാട്ടിൽ PV ശ്രീജൻ ലീഡ് തിരിച്ചുപിടിച്ചു. കുന്നത്തുനാട്ടിൽ 54 വോട്ടുകൾക്ക് PV ശ്രീജൻ മുന്നിലാണ്. ആദ്യഘട്ടത്തിൽ അവിടെ VP സജീന്ദ്രൻ മുന്നിലായിരുന്നു. ഇപ്പോൾ PV ശ്രീജൻ തിരിച്ചു വരുന്നു. 54 വോട്ടുകൾക്ക്. പിറവത്ത് അനൂപ് ജേക്കബിന്റെ ലീഡ് 100 കടന്നിരിക്കുന്നു. പിറവമൊക്കെ UDF ഉറപ്പിക്കുന്ന മണ്ഡലമാണ്. മാനന്തവാടിയിൽ ഉഷാ വിജയൻ 90 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൽപ്പറ്റയിൽ T സന്ധ്യയ്ക്ക് 79 വോട്ടുകൾക്ക് മുന്നിലാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. കൽപ്പറ്റയിലും മാനന്തവാടിയിലും UDF സ്ഥാനാർത്ഥികളാണ് മുന്നിൽ. ഉഷാ വിജയൻ 90-ഉം മറ്റേ T സന്ധ്യയ്ക്ക് 88-മായി ഉയർന്നിരിക്കുന്നു. ഇപ്പോഴത്തെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. 8:42 ആവുന്നു. 8:45-ന് EVM-ലെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും. ഇപ്പോൾ വരുന്നത് പോസ്റ്റൽ ബാലറ്റ് വോട്ടുകളാണ്. തൃക്കാക്കരയിൽ 172 വോട്ടുകൾക്ക് മുന്നിൽ, 172 വോട്ടുകൾക്ക് ഉമാ തോമസ് മുന്നിൽ എന്ന വളരെ പ്രധാനപ്പെട്ട പ്രേംകുമാർ 105 വോട്ടിന് മുന്നിൽ. കോങ്ങാട് KA തുളസി 142 വോട്ടിന് മുന്നിൽ. കൽപ്പറ്റയിൽ T സിദ്ദിഖിന്റെ ലീഡ് നില 117 ഉയർന്നിരിക്കുന്നു. T സിദ്ദിഖ് 117 വോട്ടുകൾക്ക് കൽപ്പറ്റയിൽ മുന്നിൽ എന്ന സുപ്രധാന വിവരം കൂടി ഈ ഘട്ടത്തിലുണ്ട്. ഇത് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് ലീഡ് തിരിച്ചുപിടിക്കുന്നു. 2000 വോട്ടുകൾക്ക് മുഹമ്മദ് ഷിയാസ് ലീഡ് ചെയ്യുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ ലീഡ് തുടരുകയാണ്. 334 വോട്ടിന്റെ ലീഡ് ഉയർത്തുന്നു. കാസർഗോഡ് ML അശ്വിനി ലീഡ്
തുടരുന്നു. ഉദുമയിൽ CH കുഞ്ഞമ്പു ആണ് 175 LDF ലീഡ്. ഉദുമ പിടിക്കും എന്നതായിരുന്നു കോൺഗ്രസിന്റെ അവകാശവാദം ഇത്തവണ. കാഞ്ഞങ്ങാട് 167 വോട്ട് ഗോവിന്ദൻ പാലിക്കാട്ടിൽ. കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 2000 വോട്ടുകൾക്ക് മുഹമ്മദ് ഷിയാസ് മുന്നിലാണ്. അതൊരു വലിയ ട്രെൻഡിന്റെ സൂചന കൂടിയാണ്. 2000 വോട്ടുകൾക്ക് മുഹമ്മദ് ഷിയാസ് മുന്നിൽ. ഒപ്പം ആലപ്പുഴയിൽ ലീഡ് PP ചിത്രരഞ്ജൻ തിരിച്ചുപിടിക്കുന്നു. 200 വോട്ടുകൾക്ക് ചിത്രരഞ്ജൻ മുന്നിലാണ് എന്ന സുപ്രധാന വിവരമുണ്ട്. രമേശ് ചെന്നിത്തല ലീഡ് ഉയർത്തുന്നു. 124 വോട്ടുകൾക്ക് രമേശ് ചെന്നിത്തല മുന്നിലാണ്. രമേശ് ചെന്നിത്തല ലീഡ് ഉയർത്തുന്നു. ആറന്മുളയിൽ ലീഡ് ഉയർത്തിയ അബിൻ വർക്കി 195 ഉയർത്തി. ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ 207 വോട്ടിന്റെ ലീഡ്. ഉദുമയിൽ CH കുഞ്ഞമ്മൂന്റെ ലീഡ് പാലക്കാട് രമേശ് പിഷാരടി 107. പാലക്കാട് രമേശ് പിഷാരടിയുടെ ലീഡ് 207 അല്ലേ? 61 സീറ്റുകളിൽ LDF ആണ് കൂടുതൽ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത്. 62 ഉയർന്നിരിക്കുന്നു. UDF 56. കാസർഗോഡ് ജില്ലയിൽ 2 സീറ്റുകളിൽ കാസർഗോഡും മഞ്ചേശ്വരവും BJP ആണ് ലീഡ്. തൃക്കരിപ്പൂരിൽ UDF ലീഡ് 60 കടന്നിരിക്കുന്നു. 51 വോട്ടുകൾക്ക് തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് മുന്നിലാണ്. 51 വോട്ടുകൾക്ക് ജോസഫിന്റെ മകൻ പി ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് മുന്നിൽ. കൃഷ്ണ പിന്നോക്കം പോയിരിക്കുകയാണ്. കൊല്ലത്ത് ലീഡ് LDF കിട്ടിയിരിക്കുന്നു. ജയമോഹൻ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാർ 58 വോട്ടുകൾക്ക് മുന്നിൽ. സജി ചെറിയാന്റെ ലീഡ് ചെങ്ങന്നൂരിൽ കുറയുന്നു. കേവലം 56 വോട്ടുകളിലേക്ക് സജി ചെറിയാന്റെ ലീഡ് കുറയുന്നു. 200 മുകളിൽ ആദ്യഘട്ടത്തിൽ പോയ ലീഡ് നിലയാണ്. അത് 56ലേക്ക് വരുന്നു. എലത്തൂരിൽ ശശീന്ദ്രന്റെ ലീഡ് നില കുറയുന്നു. അത് 52ലേക്ക് വരുന്നു എന്നുള്ള കണക്ക് കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. നേമത്ത് NDA മുന്നിൽ വന്നിരിക്കുന്നു. കാസർഗോഡ്, നേമം, മഞ്ചേശ്വരം എന്നീ സ്ഥലങ്ങളിൽ ഇപ്പോൾ NDA സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നു. പാലക്കാട് NDA പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അവിടെ ഇപ്പോൾ രമേശ് പിഷാരടി 54 വോട്ടുകൾക്ക് മുന്നിലാണ്. നെക്ക് ടു നെക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.